പശ്ചിമേഷ്യയിൽ മറ്റൊരു യുദ്ധമുഖം തുറന്ന് സിറിയയും ഹിസ്ബുള്ളയും. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 സിറിയൻ സൈനികരെ ലെബനോനിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയും വധിക്കുകയും ചെയ്ത ഹിസ്ബുള്ളയുടെ നടപടിക്കെതിരെ ഇപ്പോൾ സിറിയ രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ വളർച്ച തടയാൻ വേണ്ട അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് സിറിയൻ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞു. ഹിസ്ബുള്ളയുടെ അപകടകരമായ വളർച്ചയും വർധനവും തടയാൻ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി സിറിയൻ സ്റ്റേറ്റ് മീഡിയയോട് സിറിയൻ പ്രതിരോധ മന്ത്രാലയ പ്രതിനിധി വ്യക്തമാക്കി. 3 സൈനികരെ തട്ടിക്കൊണ്ടുപോയി ഹിസ്ബുള്ള അവരെ വധിച്ച സംഭവത്തെയും സിറിയ സ്ഥിരീകരിച്ചു. സിറിയൻ അറബ് ആർമിയിലെ 3 അംഗങ്ങളെ സിറിയൻ ലെബനൻ അതിർത്തിയിൽ ഹോംസിന് പടിഞ്ഞാറ് സെയ്ദ ഡാമിന് സമീപത്തു നിന്നും ലെബനോനിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇതേ തുടർന്ന് ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രമായ ലെബനനിലെ ബെക്വ താഴ്വരയിൽ സിറിയൻ സൈന്യം ഹിസ്ബുള്ളയ്ക്കെതിരെ ഷെല്ലാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതായി ഹിസ്ബുള്ള വ്യക്തമാക്കുന്നു. അതിനുശേഷമാണ് ഹിസ്ബുള്ള തട്ടിക്കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയ 3 സിറിയൻ സൈനികരുടെയും മൃതദേഹങ്ങൾ ലബനീസ് റെഡ് ക്രോസ് വഴി സിറിയയ്ക്ക് കൈമാറിയത്. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നേടിയ വിജയം സിറിയൻ ഏകാധിപതിയായിരുന്ന ബാഷർ അൽ അസദിന്റെ വീഴ്ചയ്ക്കുള്ള പ്രധാന കാരണമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ. അസദ് ഭരണകൂടത്തിന്റെ ഒരു പ്രധാന ശക്തി തന്നെയായിരുന്നു ഹിസ്ബുള്ളകൾ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇറാനും അസദും ഹിസ്ബുള്ളയും മേഖലയിലെ പ്രധാന കൂട്ടുകെട്ടുകളായിരുന്നു. ഇറാന്റെ സ്വാധീനം ഇനി ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടാകുന്നത് തടയുമെന്ന് സിറിയൻ ഭരണകർത്താവ് അഹമ്മദ് അൽ ഷറ അൽ ജുലാനി വ്യക്തമാക്കുന്നു. ഡിസംബറിൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചതിനു ശേഷം സിറിയയിലെ വിമത സൈന്യം ഹിസ്ബുള്ളയുമായി നിരവധി തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഏറ്റുമുട്ടലിന്റെ ഭൂരിഭാഗവും നടന്നിരിക്കുന്നത് അതിർത്തി പട്ടണമായ അൽ ഹുസൈറിനും സമീപ പ്രദേശങ്ങളിലുമാണ്. ഹിസ്ബുള്ളകൾക്ക് ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ കള്ളക്കടത്ത് നടക്കുന്ന പ്രധാന കേന്ദ്രമാണ് ഇവിടം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷക്കീന ന്യൂസ്.